ഓക്കെ, ചെറിയൊരു ഇൻട്രപ്ഷൻ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ സോറി ഫോർ ദാറ്റ്. നമ്മൾ ടോണി എന്ന ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്, നാം ഷബാന എന്ന സിനിമയിലെ ആ ഒരു ക്യാരക്ടർ. സോ എന്താണ് നമ്മുടെ ഗോൾഡ് എഫ്എമ്മിന്റെ വ്യൂവേഴ്സിനടുത്ത് പറയാനുള്ളത്? ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ട പോലെ ടോണി ഒരു ആംസ് ഡീലറാണ്. അതിനപ്പുറം എനിക്ക് പറയാൻ പറ്റാത്തതിന്റെ കാരണം ഞാനതിൽ വലിയൊരു ദൈർഘ്യമില്ലാത്ത വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അല്ലെ, പ്രധാന കഥാപാത്രം താപ്സി ചെയ്തിരിക്കുന്ന ഷബാന എന്ന് പറയുന്ന ക്യാരക്ടറാണ്. നമ്മളെല്ലാവരും, അക്ഷയ്, മനോജ് ബാജ്പായി, ഞാൻ എല്ലാവരും ഇതിൽ സറൗണ്ടിങ് സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആണ്. അതിൽ ഒരു ആന്റഗോണിസ്റ്റ് ആണ് ഞാൻ. പക്ഷെ എന്റെ ക്യാരക്ടർ വരുന്നത് സിനിമയുടെ ഒരു പ്ലോട്ടിന്റെ ഒരു പ്രധാന ഭാഗത്താണ്. എന്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ പറഞ്ഞാൽ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയേണ്ടി വരും. സോ അത് ഇപ്പൊ പറഞ്ഞ ശരിയല്ലല്ലോ. ശരി, എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ മലയാളികൾ ഏറ്റവും അധികം ഇരുകൈ നീട്ടി സ്വീകരിച്ച മൂവിയാണ് എസ്ര. പ്രത്യേകിച്ചും അതിൽ ഈ അടുത്തിടെ യൂട്യൂബിൽ ഇറങ്ങിയ ആ ഒരു VFX എല്ലാ കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്ക് ശരിക്കും വാവ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു മലയാളത്തിൽ ഒരു ചേഞ്ച് തന്നെയായിരുന്നു ആ ഒരു എസ്ര എന്നൊരു സിനിമ. അത് ഇരുകൈ നീട്ടി സ്വീകരിച്ച നമ്മളുടെ മലയാളി പ്രേക്ഷകർക്ക് എന്താണ് പൃഥ്വിരാജ് പറയാനുള്ളത്? വലിയ സന്തോഷം. എസ്ര അങ്ങനെ ഒരു എന്താ പറയാ, നമ്മൾ ലോക സിനിമയിലെ ഹൊറർ സിനിമകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ നിങ്ങളെ ആരും ഞെട്ടിച്ചൊരു സിനിമയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ജോണറിലെ ഒരു വഴിത്തിരിവ് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ മലയാളത്തിൽ കണ്ടു പരിചയിച്ചിട്ടുള്ള ആ സ്വഭാവമുള്ള സിനിമകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമാ പരീക്ഷണമാണ് എസ്ര. അങ്ങനെ ഒരു പരീക്ഷണത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച മലയാളി പ്രേക്ഷകരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം എന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് ആ സിനിമയിലൂടെ എനിക്ക് സമ്മാനിച്ചതിനും ഒരുപാട് നന്ദി. ഇത് ഇനിയും ഹൊറർ ജോണറിൽ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഉണ്ടാകാനുള്ള ഒരു തുടക്കമാകട്ടെ. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഏരിയ ആണ് സിനിമ ഉണ്ടാക്കാൻ ഹൊറർ എന്ന് പറയുന്നത്. ഒരുപാട് സാധ്യതകളും പ്രൊഡക്ഷൻ ഡിസൈനിലും കൺസെപ്ഷനിലും ഡിസൈനിലും ഒക്കെ ഒരുപാട് സാധ്യതയുള്ള ഒരു ജോണറാണ്. സോ ഇത്രയും നാൾ ഡോർമെന്റ് ആയി കിടന്നിരുന്ന മലയാളം ഹൊറർ ജോണർ ഇനി ഒരു വേൾഡ് ക്ലാസ് പ്ലാറ്റ്ഫോമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, ഇപ്പൊ ഈ നാം ഷബാനയിലേക്ക് തിരിച്ചു വരികയാണ്. ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഷബാന എന്നൊരു പേരിൽ തന്നെയാണ് ഈ സിനിമ അറിയപ്പെടുന്നത്. നമ്മുടെ യൂഷ്വലി ഇപ്പം മലയാളത്തിൽ ഇപ്പോൾ കെയർ ഓഫ് സൈറാബാനു ഒക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഹിന്ദി മൂവീസിലാണ് നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് കാണുന്നത്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബോളിവുഡ് ഫ്രണ്ട്സിന്റെ അടുത്ത് മലയാളത്തിലുള്ള കുറേയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തൂവാനത്തുമ്പികളിലെ ക്ലാര എന്ന ക്യാരക്ടർ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് മലയാളത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈവൻ കാഞ്ചനമാല പോലും നല്ലൊരു എക്സാമ്പിളാണ്. അല്ല, എല്ലാവരും ഒന്നടങ്കം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും എനിക്കൊക്കെ വലിയ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും സ്ട്രൈക്കിംഗ്ലി ഒറിജിനൽ കോണ്ടന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലാണ്. അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. പക്ഷെ നാം ഷബാന പോലെ ഒരു പ്രോജക്റ്റ് മലയാളത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് ഒരു നായികയെ പ്രധാന കഥാപാത്രമാക്കി നിർത്തിക്കൊണ്ട് അക്ഷയ് കുമാറിനെയും മനോജ് ബാജ്പേയിനെയും പോലെയൊക്കെയുള്ള വലിയ A-ലിസ്റ്റ് ആക്ടേഴ്സ്, സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയിട്ട് ചുറ്റിനും ആ സിനിമയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് മലയാളത്തിൽ പോലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊരു നമുക്ക് അറിയാവുന്ന കാര്യം, ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഫീമെയിൽ പ്രൊട്ടാഗണിസ്റ്റുകൾ നയിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് സാധാരണ സംഭവിക്കുന്നതല്ല. അതിനകത്തൊരു പുതിയ എന്താ പറയാ, ഒരു വിങ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പുതിയ കാര്യത്തിനെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാൻ ഉപകരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് വലിയ താരങ്ങളുടെ പ്രസൻസ് എന്ന് പറയുന്നത്. അത് മലയാളത്തിലും സംഭവിക്കട്ടെ. അതിന് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ സിനിമയാണ് മാതൃകയായിട്ടുള്ളത്. ശരി, അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് നമ്മുടെ ഗോൾഡ് FM-ന്റെ വ്യൂവേഴ്സിനടുത്ത് ജസ്റ്റ് ഒരു ഹായ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഗോൾഡ് FM ഇവിടെ ദുബായിലെ മലയാളം ഒരു റേഡിയോ സ്റ്റേഷനാണ്, എനിക്കറിയാം. സോ നമസ്കാരം ഗോൾഡ് FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും, ഈ വീഡിയോയുടെ എല്ലാ പ്രേക്ഷകർക്കും. 31-ാം തീയതി നാം ഷബാന തിയേറ്ററുകളിൽ എത്തും. എല്ലാവരും കുടുംബസമേതം പോയി കാണണം. പക്ഷേ അതിനു മുമ്പ് നാട്ടിലുള്ളവർ കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണും എന്ന് എനിക്കറിയാം. പറയണ്ടല്ലോ, 30-ാം തീയതി ഗ്രേറ്റ് ഫാദർ റിലീസ് ആവും. താങ്ക് യു സോ മച്ച് പൃഥ്വി. താങ്ക്സ് എ ലോട്ട്. നൈസ് മീറ്റിംഗ്. താങ്ക് യു.